എല്ലാവർക്കും നമസ്കാരം. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഫ്രൈഡ് റൈസ് ആയ ചൈനീസ് എഗ് ഫ്രൈഡ് റൈസ് ആണ് ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത്. ഫാസ്റ്റ് ഫുഡ് റെസ്റ്റോറൻറ്റുകളിലെ ഒരു പ്രധാന ഐറ്റമായ ചൈനീസ് എഗ് ഫ്രൈഡ് റൈസ് എങ്ങനെ വീട്ടിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുമെന്ന് ഇന്ന് നമുക്ക് നോക്കാം. അടുത്തായി നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അടുത്തായി നമ്മുടെ എഗ് ഫ്രൈഡ് റൈസ് തയ്യാറാക്കുവാൻ വേണ്ടി 1 കപ്പ് ബസ്മതി റൈസ് എടുത്തിട്ടുണ്ട്. അത് നമുക്കൊരു ബൗളിൽ ഇട്ട് കൊടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് 20 മിനിറ്റ് ഒന്ന് കുതിർത്തെടുക്കാം. നമ്മൾ എടുത്തിട്ടുള്ള റൈസ് കുക്ക് ചെയ്യാൻ വേണ്ടി ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം ബോയിൽ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അതിൽ നമുക്ക് കുറച്ച് സോൾട്ട് ഇട്ട് കൊടുക്കാം. റൈസ് കുക്ക് ചെയ്യാൻ വേണ്ടി എപ്പോഴും നല്ല വലുപ്പമുള്ള പാത്രം തന്നെ ഉപയോഗിക്കുക. വലുപ്പമുള്ള പാത്രത്തിൽ കൂടുതൽ വെള്ളം ഒഴിച്ചാണ് റൈസ് കുക്ക് ചെയ്തെടുക്കേണ്ടത്. കുറച്ച് ഓയിൽ കൂടി നമുക്ക് ഈ വെള്ളത്തിൽ ഒഴിച്ചു കൊടുക്കാം. വെള്ളം ബോയിലായിട്ടുണ്ട്. 20 മിനിറ്റ് നമ്മൾ കുതിർത്ത് വെച്ചതിന് ശേഷം നല്ലതുപോലെ 3-4 പ്രാവശ്യം കഴുകിയെടുത്ത റൈസ് നമുക്ക് ഈ വെള്ളത്തിൽ ഇട്ട് കൊടുക്കാം. ഉപ്പ് കുറവാണെങ്കിൽ ഇടയ്ക്ക് കുറച്ച് ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. അതുപോലെ ഈ റൈസ് സാധാരണ നമ്മൾ കുക്ക് ചെയ്യാറുള്ളത് പോലെ 100% വേവിക്കാതെ ഒരു 70% വേവാകുമ്പോൾ അത് ഡ്രെയിൻ ചെയ്തെടുത്തതിന് ശേഷം നല്ലപോലെ തണുത്ത് റൈസിലെ വെള്ളം ഡ്രൈ ആയതിനു ശേഷമാണ് ബാക്കി നമ്മൾ തയ്യാറാക്കിയെടുക്കുന്നത്. റൈസ് കൂടുതൽ വെന്ത് പോയാൽ പിന്നീട് നമ്മൾ മിക്സ് ചെയ്തെടുക്കുമ്പോൾ അത് കുഴഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് കൂടുതൽ വേവിക്കാത്തത്. ഇപ്പോൾ നമ്മുടെ റൈസ് പാകമായിട്ടുണ്ട്. ഇനി നമുക്കിത് ഡ്രെയിൻ ചെയ്തെടുക്കാം. റൈസ് കുക്ക് ചെയ്യുന്ന പാത്രം അടച്ചു വെച്ച് അതിലെ വെള്ളം ഊറ്റിക്കളയുകയാണെങ്കിൽ പിന്നെയും റൈസ് പാത്രത്തിലിരുന്ന് വെന്തു പോകാൻ സാധ്യതയുള്ളതുകൊണ്ട് ഇതുപോലെ ഒരു ഡ്രെയിനർ ഉപയോഗിച്ച് റൈസ് ഡ്രെയിൻ ചെയ്തെടുക്കേണ്ടതാണ്. ഡ്രെയിൻ ചെയ്തെടുത്ത റൈസ് ഒരു വലിപ്പമുള്ള പാത്രത്തിൽ നല്ലതുപോലെ നിരത്തിയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് സമയം ഫാനിൻ്റെ കീഴിലോ മറ്റോ വെച്ച് നല്ലപോലെ തണുത്തതിന് ശേഷം നമുക്ക് ബാക്കി തയ്യാറാക്കിയെടുക്കാം. നമ്മൾ എടുത്തിട്ടുള്ള 3 മുട്ട നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അടുത്തായി ഒരു ചൈനീസ് വോക്ക് അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്കതിൽ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ബീറ്റ് ചെയ്ത് വെച്ചിരുന്ന മുട്ട നമുക്ക് ഇതിൽ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. ഇത് നമുക്കിനി ഒരു പാത്രത്തിലോട്ട് മാറ്റാം. അടുത്തായി നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ചൈനീസ് വോക്ക് ഇല്ലെങ്കിൽ ഏതെങ്കിലും കടായി ഉപയോഗിച്ച് ഇതുപോലെ തയ്യാറാക്കിയെടുക്കാവുന്നതാണ്. തീരെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ച ഗാർലിക്ക് ഇത് 2 ടീസ്പൂൺ അത് നമുക്ക് ഇട്ട് കൊടുക്കാം. ക്യാരറ്റ് തീരെ ചെറുതായി ചോപ്പ് ചെയ്തത്, അടുത്തായി നമ്മൾ എടുത്തിട്ടുള്ള സ്പ്രിംഗ് ഓണിയൻ്റെ വൈറ്റായിട്ടുള്ള പാർട്ട് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. കുറച്ച് സോൾട്ട് കൂടി ആഡ് ചെയ്യുന്നു. അതുപോലെ ഏത് ചൈനീസ് ഡിഷ് തയ്യാറാക്കിയാലും അത് ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് തയ്യാറാക്കിയെടുക്കേണ്ടത്. നമ്മുടെ ഈ വെജിറ്റബിൾസ് ഒരു ഹാഫ് കുക്കാക്കിയതിന് ശേഷം നമുക്ക് റൈസ് ഇട്ട് കൊടുക്കാം. അടുത്തായി നമുക്ക് റൈസ് ഇട്ട് കൊടുക്കാം. സോയാ സോസ് കുറച്ച് നമുക്ക് ആഡ് ചെയ്യാം. കുറച്ച് വൈറ്റ് പെപ്പർ പൗഡർ കൂടി നമ്മൾ ആഡ് ചെയ്യുന്നു. കുറച്ച് സോൾട്ട് കൂടി ഇട്ട് കൊടുക്കാം. ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. കുറച്ച് ലെമൺ ജ്യൂസ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം.
അടുത്തതായി നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള മുട്ട റൈസിൽ ഇട്ട് കൊടുക്കുന്നു. ഇത് ചെറുതായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം അവസാനമായി സ്പ്രിംഗ് ഓണിയൻ കൂടി ആഡ് ചെയ്ത് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഹൈ ഫ്ലെയിമിൽ ഇത് പെട്ടെന്ന് തന്നെ മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ ഇത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ചൈനീസ് എഗ് ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. വളരെ ഈസിയും ടേസ്റ്റിയുമായിട്ടുള്ള ചൈനീസ് എഗ് ഫ്രൈഡ് റൈസ് എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക. ചിക്കൻ മഞ്ചൂരിയൻ ഫ്രൈഡ് റൈസിന് പറ്റിയൊരു കോമ്പിനേഷൻ ആയതിനാൽ ഇതിൻ്റെ കൂടെ സെർവ് ചെയ്യാവുന്നതാണ്. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും തുടർന്ന് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ കിട്ടുവാൻ വേണ്ടി ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് ഓൾ കൂടി സെലക്ട് ചെയ്യുവാൻ മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.